ഹലോ. ഹലോ. പറയൂ. അല്ലേ? പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഞാൻ കൊറേ ബുദ്ധിമുട്ടിച്ചാലോട്ടോ, കൊറേ വിളിച്ചിരുന്നു. ഞാൻ ഓരോ ഓട്ടത്തിലാണ്, ഇന്നലെയൊക്കെ യാത്രയിലൊക്കെ ആയിരുന്നു. ഇന്നലെ വിളിക്കാൻ പറഞ്ഞിട്ടാ വിളിച്ചത്. അപ്പൊ വിളിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചപ്പോഴും മനസ്സിലായി. എനിക്ക് പെട്ടെന്നൊരു യാത്ര പോകേണ്ടി ഞാൻ വന്നു. ഓക്കെ ഓക്കെ ശരി. അപ്പൊ ഞാന് ഒരു ചെറിയ കാര്യം, ചെറുതാണ്. ഞാൻ നിങ്ങളെ വിമർശിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ നിങ്ങളെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ്. നിങ്ങളുടെ 99.9% വീഡിയോസ് കാണുന്ന ഒരാളാണ്. നിങ്ങൾ ഒരു മതത്തിനെ വിമർശിക്കുന്നതോട് യോജിപ്പില്ലാത്ത ഒരാളും കൂടിയാണ്. മനസ്സിലായി. മുസ്ലിംസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും ഹിന്ദു മതമാണെങ്കിലും ഒരു മതത്തിനോട് വിമർശിക്കുന്നതിനോട് താല്പര്യമില്ലാത്ത ഒരാളും കൂടിയാണ്. പക്ഷെ ഞാൻ ഇതില് പറയാൻ പോകുന്നൊരു കാര്യം വേറെ ഒരു കാര്യമാണ്. അപ്പൊ സാറ് ഫ്രീ ആണല്ലോ? ഞാൻ ഗൾഫിലായതുകൊണ്ടാണ് ഈ വാട്സാപ്പ് കോൾ ചെയ്യുന്നത്. അല്ല, ഇത് നിങ്ങളിപ്പോ ഒരു ആളോട് ഇതിന്റെ ഇടയിൽ സംസാരിക്കുമ്പോ ഒരാളെ ഇപ്പൊ ഇതിന്റെ ഇടയിൽ വിളിച്ചപ്പോ പറഞ്ഞു ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ സാറങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പറയൂ, കേൾക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു, മറ്റേ ഒരാളെ വിളിച്ചപ്പോ പറഞ്ഞത് 1500 വർഷമായിട്ട് മുസ്ലിം മതം ഉണ്ടായതുകൊണ്ട് മുസ്ലിം മതത്തിന്റെ അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു. പഴയ ഹിന്ദു മതത്തിനാണ് ഏറ്റവും പഴക്കം ചെന്നത്, അതുകൊണ്ട് അതിൽ അത്രയും അന്ധവിശ്വാസങ്ങളുണ്ട്, മറ്റതിൽ കുറവാണ്. അതായത് പുതിയ മതം, ഇന്നൊരു മതം ഉണ്ടാവുകയാണെങ്കിൽ ഇന്നത്തെ മതത്തിന് കുറച്ചും കൂടി അന്ധവിശ്വാസങ്ങൾ കുറയും. ഏറ്റവും പഴക്കം ചെന്ന മതമായതുകൊണ്ടാണ്. അന്ധവിശ്വാസങ്ങൾ എന്നുള്ളത് മാത്രമല്ല പറഞ്ഞത്, അതിനകത്തുള്ള എല്ലാ മാലിന്യങ്ങളും ഉണ്ടാവും. പല മാലിന്യങ്ങളും ഉണ്ടാവും മതങ്ങളില്. പഴയ കാലത്ത് ഉണ്ടായി വരുന്നതിന് ഒരു കാലഘട്ടത്തിന്റെ മനുഷ്യരുടെ അറിവും അവരുടെ അന്നത്തെ ധാർമ്മികതയും അന്നത്തെ വിശ്വാസങ്ങളൊക്കെ തന്നെയാണ് അതിനകത്ത് ഉണ്ടാവുക. അപ്പൊ എത്ര പഴകുന്നോ അത്രയും പ്രശ്നമുള്ളത് ഉണ്ടാവും. അതിനുള്ള സാധ്യത കൂടുതലാണ്. അതല്ല, പക്ഷെ എനിക്ക് എന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ പഠിച്ചത് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ക്രിസ്തുമതാണെങ്കിലും ഒരു തെറ്റില്ലാത്ത രീതിയിൽ പഠിച്ചിട്ടുണ്ട്. മുസ്ലിം മതത്തിനാണെങ്കിൽ കൂടുതൽ ഞാൻ നിങ്ങളെ വീഡിയോസ് കേൾക്കുന്നതിന് മുന്നേ തന്നെ മുസ്ലിം മതം പഠിച്ച ഒരാളാണ്. പഠിക്കല്ലോ, അതിനെ കുറിച്ച് ഇങ്ങനെ കേട്ട് കുറച്ച് അതിനൊരു 5% ഒക്കെ അറിയുന്ന ഒരാളാണ്. 95% അറിയില്ല. അതേപോലെ തന്നെ ഹിന്ദുമതം ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു 20% അറിയാം, 80% അറിയില്ല. എന്റെ മതമാണെങ്കിൽ പോലും. പക്ഷെ പറഞ്ഞ കാര്യങ്ങളോട് വിയോജിപ്പുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ക്രിസ്തുമതം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇസ്ലാം മതം ആയിക്കോട്ടെ, ഞാൻ ഒന്നിനും വിമർശിക്കാൻ വേണ്ടി പറയല്ലോ കേട്ടോ. പക്ഷെ ഹിന്ദുമതത്തിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് അതിന്റെ പഴയ വേദങ്ങളാണെങ്കിലും ശരി, അതിന്റെ ഭാഗവതാണെങ്കിലും ശരി, അതിന്റെ ഭഗവത്ഗീതയാണെങ്കിലും ശരി, നമ്മൾ അതിനെ കുറിച്ച് വായിച്ചു നോക്കുമ്പോ അതില് നമ്മളെ ഇന്ന് എന്ത് ചിന്തിക്കുന്നോ എന്നുള്ളതന്നെ ഒന്നും ചിന്തിക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് ഒരു അന്ധവിശ്വാസമോ, അതായത് ഇപ്പൊ കുറെ ആളുകൾ ചെയ്ത അന്ധവിശ്വാസങ്ങളല്ലേ പറയുന്നത്. ഇപ്പൊ കുറെ ആൾ ദൈവങ്ങളായിട്ടോ അല്ലെങ്കിൽ കുറെ ആളുകൾ ജ്യോതിഷമായിട്ടോ ഞാൻ പറഞ്ഞത് അന്ധവിശ്വാസത്തെ കുറിച്ച് മാത്രമേ അല്ല. അന്ധവിശ്വാസം എന്നുള്ള വാക്കിലല്ല ഞാൻ, ആ അന്ധവിശ്വാസം എന്നുള്ള കൺസെപ്റ്റിലല്ല ഞാൻ അത് പറയുന്നത്. ക്രൂരതയും അതേപോലെ തന്നെ മറ്റു മനുഷ്യന്മാരോടുള്ള സമീപനത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ എല്ലാ കാലഘട്ടത്തിലും. ഇപ്പൊ ഗോത്രീയ ചിന്ത എന്ന് പറയുന്നത് ആ സാധനം ക്ലിയർ ആവൂ. അന്ധവിശ്വാസം അതിന്റെ ഭാഗമാണ്. ഗോത്രീയത ചിന്ത എന്ന് പറയുന്ന ഒരു സിസ്റ്റം തന്നെ ഇപ്പൊ നിങ്ങളെ ഒരു ഹിന്ദുമതത്തിന്റെ വേദങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിലും ശരി, അതിന്റെ ഒരു മഹാഭാരതം എടുത്ത് നോക്കുകയാണെങ്കിൽ ശരി, അതിൽ ഗോത്രീയത അല്ല. അതിപ്പോ നമുക്ക് ഖുർആനിലും ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാലേ, ഇപ്പൊ നിങ്ങൾ ഈ ആധ്യാത്മികമായിട്ടുള്ള മേഖല അല്ലെങ്കിൽ ദൈവവിശ്വാസ സംബന്ധിയായ മേഖലയിലല്ല മതത്തിന്റെ ക്രൂരതകൾ ഉണ്ടാവുക. അതിന്റെ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസിലാണ്, അതിന്റെ സോഷ്യൽ അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള നിയമങ്ങളിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഇപ്പോ ഇസ്ലാമിന്റെ തൗഹീദിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല. കാരണം ഒരു ഏക ദൈവത്തിന് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിന്റെ പ്രമേയം. പക്ഷെ ഈ തൗഹീദ് അല്ല പ്രശ്നം. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന്റെ സോഷ്യോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസ്, ഇതിനെ ഈ വേദങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ, രാഷ്ട്രീയ നിയമങ്ങൾ, സാമൂഹ്യ നിയമങ്ങൾ. ഇപ്പൊ മനുസ്മൃതി ഒരു കാലത്തെ ഒരു ഹിന്ദു മതത്തില് ഒരു എന്താ പറയാ ധർമ്മശാസ്ത്രമാണ്. മനുസ്മൃതിനെ കുറിച്ചിട്ട്, മനുസ്മൃതി എന്ന് പറഞ്ഞാല് ഹിന്ദു മതത്തിന്റെ ഒരു നിങ്ങൾ പറഞ്ഞ പോലെ ഒരു പൊളിറ്റിക്കൽ, അത് പിന്നീട് അല്ല, അതാണ് പ്രശ്നം. പറഞ്ഞ കേക്കോ, ഒരു മതം മനുഷ്യ സമൂഹത്തിനിടയിൽ നിലനിൽക്കുന്നത് അതിന്റെ സാമൂഹികവും രാഷ്ട്രീയമായിട്ടുള്ള സ്വഭാവത്തിലാണ്. അല്ലാതെ ഒരു മനുഷ്യന്റെ വ്യക്തിപരമായിട്ടുള്ള ദൈവവിശ്വാസ ചിന്തയിലല്ല മതം സമൂഹത്തിൽ നിലനിൽക്കുന്നത്. പറഞ്ഞത് തെറ്റല്ലേ? എങ്ങനെ പറഞ്ഞത് തെറ്റാണല്ലോ. കാരണം 1500 വർഷം മുന്നേ വന്ന മുസ്ലിം മതമല്ല
അത് 5000 വർഷം മുന്നേ ഹിന്ദുമതത്തിൽ അതിനേക്കാട്ടിലും വലിയ അന്ധവിശ്വാസങ്ങളും ഉണ്ടെന്നേ ഒരു ഉണ്ട് നിവൃത്തിയില്ല. ഉണ്ട്. നിങ്ങൾ എന്താ 10 സംശയം? 15 ഇപ്പൊ വീഡിയോയിൽ ഇസ്ലാം നിങ്ങൾ മതത്തില് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വിമർശിക്കുന്ന സാമൂഹിക നിയമങ്ങളെക്കാളും ഭീകരമായ മതനിയമങ്ങൾ മനുസ്മൃതിയിലുണ്ട്. എന്താ സംശയം? ഞാൻ ചോദിക്കുന്നത് അതിനേക്കാളും നിങ്ങൾ ഏറ്റവും ഭീകരമായത് കൂടുതൽ തോറയിലുണ്ട്, വിമർശിക്കുന്ന തോറയിലുണ്ട്. ഞാൻ പഠിച്ചതിനെ ഞാൻ വിമർശിക്കുള്ളൂ എന്ന് ഏറ്റവും കൂടുതൽ നിങ്ങൾ എടുത്തെടുത്ത് പറയുന്നത്. ഞാൻ നിങ്ങൾ അല്ല, 99.9% ഞാൻ വീഡിയോസ് പഠിച്ചതിനാണ് ഞാൻ കൂടുതൽ, ഞാൻ അതിലാണ് സ്പെഷ്യലൈസ് ചെയ്തതെന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നിങ്ങൾ ഹിന്ദുമതത്തിനെ വിമർശിക്കുമ്പോ നിങ്ങൾ അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. എനിക്ക് പറയാവോ? ഞാൻ പറയുന്നത് എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് അപ്പൊ ചോദിക്കാം, നിങ്ങൾ ഞാൻ മനുസ്മൃതി ചോദിക്കട്ടെ, വായിച്ചിട്ടുണ്ടോ? ഹിന്ദുമതത്തിൽ മനുസ്മൃതി വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടില്ല. വായിച്ചിട്ടില്ല. വായിച്ചിട്ടില്ല വെച്ചാൽ അവിടെ എവിടെയൊക്കെ മനുസ്മൃതിയില് വായിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ട്. വേദം കേൾക്കുന്ന, വേദം പഠിക്കാൻ ശ്രമിക്കുക, വേദം ഒളിഞ്ഞു കേൾക്കുക ചെയ്യുന്ന ആളുടെ താഴ്ന്ന ജാതിക്കാരന്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കുന്ന ശിക്ഷ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഉണ്ട്. ഒരു 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 ബ്രാഹ്മണൻ ഇരിക്കുന്ന സീറ്റിൽ ഇരിക്കാൻ ശ്രമിച്ചവന്റെ പൃഷ്ഠം ഛേദിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഇസ്ലാമിൽ കാണാൻ പറ്റില്ല. ഞാൻ പറയുന്നത് എന്താന്ന് ചോദിച്ചാല്, അതായത് മനുസ്മൃതി എന്ന് പറഞ്ഞാൽ ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമല്ല. സുഹൃത്തെ, ഇത് തന്നെയാണ് എല്ലാവരുടെയും നോക്കൂ, എല്ലാവരുടെയും വാദം ഇതാണ്. ഒരു മനുഷ്യ, ഞാൻ പറയട്ടെ, ഒരു മതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിന്റെ വിശ്വാസ സംഹിത അല്ല പ്രശ്നം. ഈ വിശ്വാസ സംഹിതയുടെ അതിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അതത് കാലത്ത് രൂപകൽപ്പന ചെയ്യുന്ന അതിന്റെ സാമൂഹിക രാഷ്ട്രീയ നിയമ സംഹിത ഉണ്ടാവും. ധർമ്മശാസ്ത്രം എന്ന് ഹിന്ദുമതവുമായിട്ട് ബന്ധപ്പെടുത്തി അതിനെ ധർമ്മശാസ്ത്രം എന്ന് പറയും. ഇസ്ലാമിനെ ബന്ധപ്പെടുത്തി അതിനെ ശരീഅത്ത് എന്ന് പറയും. ഇതാണ് മനുഷ്യനെ ബാധിക്കുന്നത് എന്ന് നോക്കൂ. ഇതാണ് മനുഷ്യനെ ബാധിക്കുന്നത്. അല്ലാതെ ഇപ്പൊ നിങ്ങൾ ദൈവത്തെ നിങ്ങൾ നോക്കൂ. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇത്ര നേരം പറഞ്ഞില്ലേ, ഞാൻ ഒരു പോയിന്റ് പറയട്ടെ. നിങ്ങളല്ലാതെ നിങ്ങൾ ഈ ദൈവത്തെ എന്ത് പേരിട്ട് വിളിക്കുന്നു എന്നോ, ദൈവം ഇരിക്കുന്ന കസേരയോ ഇരിപ്പിടത്തെയോ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതോ, ആ ദൈവത്തെ കുറിച്ച് നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളത് മനുഷ്യനെ ബാധിക്കുന്നില്ല. അത് നിങ്ങളും നിങ്ങളുടെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. മതം എന്ന രീതിയിൽ മറ്റു മനുഷ്യരുടെ ഇടയിൽ ഇത് പ്രവർത്തിക്കുന്നത്, ഇത് ഇടപെടുന്നത് അതിന്റെ ശരീഅത്ത് നിയമം എന്ന് ഇസ്ലാമിൽ പറയുന്ന ആ കൺസെപ്റ്റിൽ, അല്ലെങ്കിൽ ദൈവശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ധർമ്മശാസ്ത്രം ഉണ്ടാവും, കർമ്മശാസ്ത്രം എന്നൊക്കെ പറയും. അതിന്റെ സോഷ്യോ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസിൽ മനുഷ്യരുടെ ഇടയിലുള്ള കാര്യങ്ങളിൽ വിധി തീർപ്പ് കൽപ്പിക്കുന്ന ചില നിയമസംഹിതകളായിട്ട് വരുമ്പോഴാണ് അവിടെയാണ് ഇസ്ലാമിൽ ജിഹാദ് വരുന്നത്. അവിടെയാണ് ഇസ്ലാമില് ഇതര മതസ്ഥരോടുള്ള സമീപനം വരുന്നത്. ആണ് ഇസ്ലാമിലെ ഖുർആൻ എന്ന് പറയുന്നത് ഇതെല്ലാം സംഗ്രഹിച്ച് ഒറ്റ ഗ്രന്ഥത്തിലാണ് എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് സ്മൃതി വേറെയും, നിങ്ങൾക്ക് അങ്ങനെയല്ല. നിങ്ങൾക്ക് സ്മൃതി വേറെയും, പിന്നെ എന്താണ് വേറെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, ശ്രുതിയും സ്മൃതിയും വേറെ വേറെയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ച് സ്മൃതിയും അതിന്റെ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷനും ധർമ്മശാസ്ത്രവും ഒക്കെ ഖുർആനിലുണ്ട്. അത് വ്യത്യാസമുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്ന വിഷയങ്ങൾ തന്നെയാണ് നിങ്ങൾ പറയുന്നത്. അതായത് 5000-6000 വർഷങ്ങൾക്ക് മുന്നേ എഴുതപ്പെട്ടു എന്ന് പറയുന്ന വേദങ്ങൾ പോലും അതിൽ പറയാത്ത കാര്യങ്ങൾ പിന്നീട് അത് കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾ അതിൽ പറയാത്ത കാര്യങ്ങളല്ല സുഹൃത്തെ, ആ വേദങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മനുവിന്റെ സ്മൃതി ഉണ്ടാവുന്നത്. എന്താ കഥ? ഞാനത് പറയട്ടെ, നിങ്ങൾ പറഞ്ഞോളൂ. അതായത് നിങ്ങൾ പറഞ്ഞൊരു വിഷയം എന്ന് പറഞ്ഞാല്, നിങ്ങൾ പറഞ്ഞൊരു വിഷയത്തിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ എത്തിയിട്ടുണ്ട്. ഞാൻ അതിലൊരൊറ്റ വിഷയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സംസാരിക്കുന്നത്. കാരണം നിങ്ങൾ പറഞ്ഞു, ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പൊ നിങ്ങൾക്ക് ഉറപ്പല്ലേ 1500 വർഷം മുന്നേ വന്ന ഇസ്ലാമാണ് ഏറ്റവും മുൻപന്തിയിൽ, മറ്റുള്ള മതങ്ങളൊക്കെ മോശമാണ് എന്നില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞൊരു മറുപടി പറഞ്ഞാല്, അതെ, അതായത് ഇപ്പൊ ഒരു മതം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ന് അതിന് കുറച്ചും കൂടി ഉറപ്പാണ്. എന്ത് സംശയം? അതായത് അത് സിമ്പിൾ ആണ്. നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. നിങ്ങൾ അതിൽ എന്താ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. പറയും. അല്ല, ഞാനൊന്ന് പൂർത്തീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ പറഞ്ഞു, അപ്പൊ ഇസ്ലാമിന് കുറച്ചും കൂടെ അതിന് മൂല്യങ്ങൾ ഉണ്ട്. അതായത് 1500 വർഷം വന്ന പഴക്കമേ അതിനുള്ളൂ, അതിന് കുറച്ചും കൂടി മൂല്യങ്ങൾ ഉണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതായത് അതിന്റെ മൂല്യം ഉണ്ട് എന്നുള്ള വാക്കൊന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയാത്ത വാക്കുകൾക്കൊക്കെ അർത്ഥം ഉദ്ദേശിച്ച് പറയുന്ന ആളാണ് ഞാൻ. നിങ്ങളെ ഉദ്ദേശം അതായത് ഹിന്ദുമതം 5000 വർഷങ്ങൾക്ക് മുന്നേ കുറെ പ്രശ്നങ്ങളുണ്ട്, അത്ര പ്രശ്നങ്ങൾ മുസ്ലിം മതത്തിൽ ഇല്ല എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. ഞാൻ ഇങ്ങനെയൊന്നുമല്ല. അതായത് ഏതൊരു കാലഘട്ടത്തിൽ രൂപപ്പെടുന്ന മതസമൂഹത്തിന്റെ ധർമ്മശാസ്ത്രങ്ങളിലും അല്ലെങ്കിൽ കർമ്മശാസ്ത്രങ്ങളിലും മത സംവിധാനങ്ങളിലും ആ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള എല്ലാ ന്യൂനതകളും ഉണ്ടാവും. ഇപ്പൊ കുരുതി ഹിന്ദു മതത്തിന്റെ ആചാരങ്ങളിൽ മനുഷ്യക്കുരുതി ഉണ്ടായിട്ടില്ലേ?
ഉണ്ട്. പക്ഷെ വേദങ്ങളിൽ യാഗങ്ങൾ ഉണ്ടായിട്ടില്ലേ? വേദങ്ങളിൽ യാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ കുരുതികളില്ല. യാഗമുണ്ടോ? യാഗമുണ്ട്. യാഗവുമായി ബന്ധപ്പെട്ട കുരുതികൾ നടന്നില്ലേ? മൃഗത്തിന് കുരുതി കൊടുത്തിട്ടുണ്ടോ? ഇല്ല. മൃഗങ്ങളെ കുരുതി കൊടുക്കുന്ന ഒരു പ്രശ്നം വേദങ്ങളിലില്ല. മൃഗങ്ങളെ കുരുതി കൊടുക്കുന്നില്ല. മൃഗങ്ങൾക്ക് അന്നം കൂട്ടണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. മൃഗങ്ങളെ കുരുതി കൊടുക്കുന്ന ഒരു സിസ്റ്റം ഇല്ല. നിങ്ങൾ ഈ 5 വേദങ്ങളും ഏറ്റവും ചുരുങ്ങിയത് പോട്ടെ, നിങ്ങൾ ചതുർവേദങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ മുഴുവനായിട്ട്? യജുർവേദാണോ ഉദ്ദേശിച്ചത്? 4 വേദങ്ങളും. 4 വേദങ്ങൾ: യജുർവേദം, സാമവേദം, ഋഗ്വേദം, അഥർവവേദം. ഇത് 4 നിങ്ങൾ പൂർണ്ണമായിട്ട് വായിച്ചിട്ടുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. പിന്നെ നിങ്ങൾ അത് ഇല്ലാന്ന് പറയണില്ല, എന്താ ലോജിക്ക്? ഇനി ഈ വേദങ്ങൾ, അതായത് ശ്രുതികളും, ഒരു മിനിറ്റ്, ശ്രുതികൾ തീരെ, ഒരു മിനിറ്റ്, ശ്രുതികൾ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ക്ലാരിറ്റി വരുത്തണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ആ പോയിന്റ് ഒന്ന് പൂർത്തീകരിക്കട്ടെ. ഇനി ഒരു ചോദ്യം കൂടി, അതായത് ശ്രുതികൾ തീരെ പരിഗണിക്കാതെയാണോ സ്മൃതികൾ ഉണ്ടായിട്ടുള്ളത്? ശ്രുതികൾ പരിഗണിക്കാതെയല്ല, പക്ഷെ ശ്രുതികൾ എപ്പോഴും നമുക്ക് ശ്രുതികളിൽ നിന്ന് പിന്നെ വ്യാഖ്യാനിച്ചെടുക്കുന്നതാണോ? അല്ലേ? ശ്രുതികളും തമ്മിൽ പറഞ്ഞാല് ഒരെണ്ണം ശ്രുതി എന്ന് പറഞ്ഞാൽ തള്ളിക്കളയേണ്ടത്. സ്മൃതി എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പൊ ഒരു കഥ, ഇപ്പൊ ഒരു രാമൻ ഒരു സ്ഥലത്തോട്ട് പോയി നമ്മൾ കഥ പറയും. ആ കഥ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആ സാഹചര്യം മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുന്ന ഒരു കഥയാണ് ശ്രുതി. ആ കഥ ശ്രുതി എന്താണ്? സ്മൃതി എന്താ? മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടില്ല. യാഥാർത്ഥ്യങ്ങളാണ് സ്മൃതിയാണ്. അതിന്റെ യാഥാർത്ഥ്യങ്ങളാണ്. ശ്രുതിയാണോ? കൺഫ്യൂഷൻ ആയോ? ശ്രുതിയാണ് യാഥാർത്ഥ്യം. മാറിപ്പോയി. യെസ്, ശ്രുതിയാണ് യാഥാർത്ഥ്യം. സ്മൃതി എന്ന് പറഞ്ഞാല് നമ്മൾ തള്ളിക്കളയുന്ന സാധനങ്ങൾ. ഏത് സ്മൃതിയോ? അല്ല, ശ്രുതിയാണ് നമ്മൾ തള്ളിക്കളയുന്ന സാധനങ്ങൾ. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് ഇനി കുറച്ചുകൂടി തിരിച്ചു ചോദിക്കാം. ധർമ്മശാസ്ത്രങ്ങളും വേദങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ധർമ്മശാസ്ത്രങ്ങളും വേദങ്ങളും തമ്മിൽ വേദങ്ങൾ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ധർമ്മശാസ്ത്രങ്ങൾ ഉണ്ടാക്കിയത്. അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ്. പറഞ്ഞോളൂ. അതായത് വേദശാസ്ത്രങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ധർമ്മശാസ്ത്രങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷെ അതിന്റെ കൂടെ പറയുന്ന കഥകളുണ്ട്. അതായത് കഥകൾ വിടൂ സുഹൃത്തെ, കഥകൾ നമ്മൾ നോക്കുന്നേ ഇല്ല. കഥകൾ ആര് പരിഗണിക്കുന്നു? ഞാൻ പറയുന്നത് കഥകളെ കുറിച്ചല്ല, അങ്ങനെയല്ല, കഥകളല്ല ഞാൻ പറയുന്നത്. എന്റെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് കഥകളോ നിങ്ങളുടെ വിശ്വാസങ്ങളോ എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. അതായത് നിങ്ങളിപ്പോ ഹനുമാൻ പോയിട്ട് ലങ്കയിൽ നിന്നിപ്പം രാമായണമായിട്ട് ബന്ധപ്പെടുത്തിയ കഥ, ആ മല ഹനുമാൻ ഇളക്കി കൊണ്ടെന്നോ ഇല്ല എന്റെ വിഷയമല്ല. മറ്റേ ആള് ബുറാക്കിൽ കയറി പോയോ ഇല്ല അതെന്റെ പ്രശ്നമല്ല. നമ്മള് ഈ പറയപ്പെടുന്ന ശ്രുതികളെ, വേദങ്ങളെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുന്ന ധർമ്മശാസ്ത്രങ്ങൾ, ഇസ്ലാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കർമ്മശാസ്ത്രം, ഫിഖ്ഹ്, അല്ലെങ്കിൽ അതിന്റെ എന്തായാലും പറയാം ശരീഅത്ത് നിയമങ്ങൾ, ഇതാണ് മതം എന്ന രീതിയിൽ മനുഷ്യനെ ബാധിക്കുന്നത് എന്ന്. മറ്റത് കഥകളും വിശദീകരണങ്ങളും വിശ്വാസങ്ങളുമാണ്. അതെന്റെ മാറ്റർ അല്ല. മനസ്സിലായോ? അല്ല, അതല്ല ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ആത്മീയ വശങ്ങളിൽ ഞാൻ നിങ്ങൾ ചോദ്യം ചോദിക്കുക അല്ലെ? നിങ്ങൾ എന്റെ വാദം നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി അത് ക്ലാരിഫൈ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. അല്ല, അത് വിഷയമല്ലെന്ന്. ഇഷ്ടപ്പെടുന്ന ആളുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവാലോ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ നിലപാടുകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതിന് നിങ്ങളെ മുസ്ലിം മാത്രമേ വിമർശിക്കാനുള്ള ഒരു താല്പര്യമുള്ള ഞാൻ എന്നെ പോയിന്റ് ഇത്രേ ഉള്ളൂ. മതം അല്ലെങ്കിൽ ഒരു വിശ്വാസം, ആത്മീയധാര, വിശ്വാസധാര, അതുമായി ബന്ധപ്പെട്ട കഥകൾ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ശ്രുതികൾ, അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാൻ അതിനകത്ത് ഇൻവോൾവ് ചെയ്യാറില്ല. പറയട്ടെ, ഞാൻ സംസാരിക്കുന്നത് അത്രയും സ്മൃതികളെ കുറിച്ചാണ്. സ്മൃതികൾ ഇൻ ദ സെൻസ് ധർമ്മശാസ്ത്രം എന്ന് നിങ്ങൾ ഹിന്ദുമതത്തിന്റെ ഇതിൽ പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിനെ, അപര മനുഷ്യനെ കൂടി ബാധിക്കുന്ന, ഉൾക്കൊള്ളുന്ന സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള വ്യവഹാരങ്ങൾ, നിയമങ്ങൾ, ഇതാണ് എന്റെ മാറ്റർ, എന്റെ വിഷയം അതാണ്. ഞാൻ ഇസ്ലാമിൽ സംസാരിക്കുന്നത് അതിനെ കുറിച്ചാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ, ഞാൻ പറയുന്നത് കംപ്ലീറ്റ് ചെയ്യട്ടെ, അങ്ങനെ നോക്കുമ്പോ
ഇസ്ലാം രൂപീകരിക്കപ്പെട്ട കാലത്ത് ഇസ്ലാമിൽ നിന്ന് നിർദ്ധരിച്ചെടുത്ത സാമൂഹിക നിയമങ്ങളെക്കാളും മോശമായിട്ടുള്ള സാമൂഹ്യ നിയമങ്ങൾ അതിനു മുൻപുള്ള പല ധർമ്മശാസ്ത്രങ്ങളിലും അല്ലെങ്കിൽ രാഷ്ട്രീയ മത നിയമ സംവിധാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം, ഇപ്പൊ നമ്മൾ കമ്പയർ ചെയ്യാവുന്ന 2-3 മതങ്ങൾ എടുത്താൽ ഇസ്ലാമും ഹിന്ദു മതവും ക്രിസ്ത്യാനിറ്റി എടുത്തു കഴിഞ്ഞാൽ ഇസ്ലാമിനേക്കാളും മോശമാണ്, ഇസ്ലാമിലെ ഖുർആാനിലേക്കാളും മോശമായിട്ടാണ് തോറയിലെ പഴയ നിയമത്തിലെ നിയമങ്ങളൊക്കെ ഉള്ളത്, പല നിയമങ്ങളും. മനസ്സിലായോ? അപ്പോ അതേപോലെ തന്നെ അതേക്കാളും മോശമായിട്ടുള്ള മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ മനുസ്മൃതി പോലെയുള്ള പഴയ കാലത്തെ ഹിന്ദു ധർമ്മശാസ്ത്രങ്ങളിലുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ ആകെ ചുരുക്കം. അപ്പൊ ഇനി ഒരാളൊരു മതം ഉണ്ടാക്കുകയാണെങ്കിൽ, ഒരു മിനിറ്റ്, ഇനി ഒരാളൊരു മതം ഉണ്ടാക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ അയ്യേ എന്ന് തോന്നുന്ന, ഇന്നത്തെ കാലത്തെ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ട് മതം ഉണ്ടാക്കാനാ സാധ്യത. ഇന്നത്തെ കാലത്ത് മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ മത നിയമങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത കുറവാണ്. അതാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. നിങ്ങൾ പറഞ്ഞത് അത് തന്നെയാണ്. പക്ഷെ നിങ്ങൾ അവിടെ എപ്പോഴും നിങ്ങൾ അവിടെ മനുസ്മൃതി എടുത്തിട്ടില്ല. നിങ്ങൾ ആ വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് മനുസ്മൃതി ആണ് സംഭവം എടുത്തിട്ടില്ല. നിങ്ങൾ ഹിന്ദു മതത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അവിടെയാണ് എനിക്ക് വിയോജിപ്പില്ല. കാരണം മനുസ്മൃതി ഹിന്ദു മതത്തിന്റെ ഭാഗം തന്നെയാണ്. ഒരു കാലഘട്ടത്തിൽ ഹിന്ദു മതത്തിലെ ധർമ്മശാസ്ത്രമാണ്. അത് കഴിഞ്ഞിട്ട് വന്ന ധർമ്മശാസ്ത്രം ഉണ്ടല്ലോ, അതിലും ഏകദാണ്ട് ഇതുപോലെയൊക്കെ തന്നെ ഉണ്ട്. ഇതൊന്ന് പറയട്ടെ, ഒന്ന് പൂർത്തീകരിക്കും. അതായത് മനുസ്മൃതി എന്ന് പറഞ്ഞ സാധനം ഏതാണ്ട് വേദഗ്രന്ഥങ്ങൾ അടിസ്ഥാനപ്പെടുത്തി എഴുതിയ ഒരു നിയമസംഹിത തന്നെയാണ്, അതിന് സംശയമല്ല. പക്ഷെ അതിനുശേഷം ഇന്ത്യ ഭരിച്ചിട്ടുള്ള പല ആളുകളും ഈ മനുസ്മൃതി തിരുത്തി കുറിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അതിനെ മാറ്റിമറിക്കുക. നമ്മൾ അതൊക്കെ ശരിയാണ്. കേരളത്തിൽ അതൊരു കാര്യമില്ല സുഹൃത്തെ. നമ്മുടെ കേരളത്തിൽ മനുസ്മൃതി അനുസരിച്ച് നിയമം നടപ്പിലാക്കിയ രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്. ഞാൻ നിങ്ങൾ പറഞ്ഞതിനെ ഞാൻ ഇപ്പോഴും നിങ്ങൾ പറഞ്ഞ സംഭവത്തേക്ക് ഞാൻ ഇപ്പോഴും എത്തിയില്ല. അവിടേക്ക് എത്താൻ അല്ലല്ല, നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞു തീർക്കും, എന്നിട്ട് ഞാൻ പറയാം. ഒരു 30 സെക്കൻഡ് എനിക്ക് തരും. അതായത് ഈ മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ ആ വ്യക്തിയോട് സംസാരിച്ചപ്പോൾ മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സംസാരിച്ചത്. മനുസ്മൃതി പറഞ്ഞാല് ഹിന്ദു മതത്തിന്റെ ഗ്രന്ഥത്തിൽപ്പെട്ടതാണെങ്കിൽ പോലും പക്ഷെ അതിൽ പല കൈകടത്തലുകളും വന്നിട്ടുണ്ട്. അത് ഇന്ന് ഹിന്ദുക്കൾ പോലും അംഗീകരിക്കാത്തൊരു സാധനമായിട്ട് മാറിയിട്ട് ഹിന്ദുക്കൾ അംഗീകരിക്കുന്നത് ഇപ്പോഴും 4 വേദഗ്രന്ഥങ്ങളാണെങ്കിലും ഭഗവത്ഗീതയാണെങ്കിലും ഭാഗവതാണെങ്കിലും മഹാഭാരതത്തിലൊക്കെ സ്മൃതി. ഇപ്പൊ രാമായണത്തിലൊരു കഥ പറയുകയാണ്. ഇപ്പൊ രാമനെ കൊണ്ടുപോകാൻ പോയ കഥകൾ പറയുമ്പോൾ അത് സ്മൃതിയും ശ്രുതിയും കൂടി അടങ്ങിയിട്ടുള്ള കഥകളാണ്. അതിൽ കുറെ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാവും. അതിലെല്ലാതും പക്കയാണെന്നില്ല, പക്ഷെ അതിന്റെ ഒരു അടിസ്ഥാന സത്യമുണ്ട്. അത് നമുക്ക് കിട്ടിയ വേദങ്ങളിൽ നിന്നാണ്. അപ്പൊ നമ്മൾ വേദങ്ങൾ പഠിക്കുമ്പോൾ വേദങ്ങൾ പോലെ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പൊ വേദങ്ങൾ ഇപ്പൊ നിങ്ങളെ ഒരാളോട് പറയുമ്പോ ഞാൻ പറയുന്ന ഒരു കാര്യത്രേ ഉള്ളൂ. ഒരു നിസ്സാര കാര്യം ഉദ്ദേശിച്ച് പറയുമ്പോൾ ഞാൻ ഇത് പറയാനാ കാര്യമായിട്ട് നിങ്ങളോട് വിളിച്ച അവർക്ക് കെട്ടാൻ നിങ്ങൾ എന്നെ സംഭവിച്ചില്ല. ഇപ്പൊ വേദങ്ങൾ നിങ്ങൾ എടുത്ത് വായിക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ അതിൽ എവിടെയും കാണില്ല. അപ്പൊ ഏത് സെമിറ്റിക് മതങ്ങളുടെ ബുക്കുകൾ എടുത്താലും അതിന് നമ്മളൊരു മതത്തിനെ കൂട്ടുപിടിച്ചിട്ടായിരിക്കും അവരൊക്കെ സംസാരിക്കുക. ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ തന്നെ. പക്ഷെ നിങ്ങളൊരു ഹിന്ദു മതത്തിന്റെ ഏത് ഗ്രന്ഥങ്ങൾ എടുത്താലും അതിലൊരു ഹിന്ദുവെ മുസ്ലിമെ ക്രിസ്ത്യാനി എന്നിട്ടല്ല, മനുഷ്യരോട് ജനങ്ങളോട് പറയുന്നതാണ്. അതായത് അതൊരു മനുഷ്യരോടായിരിക്കും പറയുന്നത്. അതിലൊരു വേർതിരിവുകൾ ഉണ്ടാവില്ല. പിന്നെ അതിന് പല ആളുകളും കൂട്ടിച്ചേർത്തിട്ട് അതില് ഇപ്പോ എന്താന്ന് പറയാ ബ്രാഹ്മണൻ ദളിതൻ എന്നൊക്കെ പറഞ്ഞ് വേർതിരിച്ചിട്ടുണ്ട് എന്ന് പലവരും പറയും. പക്ഷെ അത് വേദങ്ങൾ വായിച്ചൊരാൾക്കറിയാം. ഒരു പൂജാമുറി കയറി കഴിഞ്ഞ ഒരാള് അവിടെ 3 സ്ഥാനങ്ങളാ വായിക്കുക. അതായത് അയാൾ അവിടെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അയാൾ ശൂദ്രനാണ്. അയാൾ അവിടുത്തെ ആയുധങ്ങൾ തുടച്ചേക്കുന്ന സമയത്ത് അയാൾ ക്ഷത്രിയനാണ്. അതേ ആൾ തന്നെ അവിടെ പൂജ ചെയ്യുമ്പോൾ ബ്രാഹ്മണനായി. എന്ത് ജോലി നമ്മൾ ചെയ്യുന്നു, എന്ത് കർമ്മം നമ്മൾ ചെയ്യുന്നു, ആ കർമ്മത്തിനനുസരിച്ച് നമ്മളുടെ ഈ പേരുകൾക്ക് മാറ്റം വരുന്നേ ഉള്ളൂ. അല്ലാതെ ജനിക്കുന്ന വ്യക്തിക്ക് ഇന്ന മതം എന്നുള്ളത് ഇപ്പൊ വന്നതാണ്. ഇപ്പൊ ഞാനൊരു ജോലി ചെയ്യുന്നത്, ഞാൻ പഠിക്കൽ വർഗത്തിൽപ്പെട്ടതാണ്. പക്ഷെ ഞാൻ എന്റെ പേരിന്റെ കൂടെ പഠിക്കൽ ചേർക്കല്ല. ഞാനത് പഠിച്ചാൽ മാത്രമേ എനിക്കത് ചേർക്കാനുള്ള അവകാശമുള്ളൂ. ഞാൻ ഷൈനു പഠിക്കൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പഠിക്കലായിട്ട് ജനിക്കണം. ഞാൻ പഠിക്കലായിട്ട് ജനിച്ചാൽ പോരാ, ഞാൻ ജോലിക്കും പഠിച്ചിരിക്കണം. അപ്പോഴേ എനിക്ക് ആ പേര് വെക്കാനുള്ള അവകാശമുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഒരു ഷൈനുമാണ്. അത് പഠിച്ചാൽ മാത്രമേ എനിക്കതിന് അവകാശമുള്ളൂ. അതാണ് അടിസ്ഥാന ഗ്രന്ഥം. പക്ഷെ നിങ്ങൾ പറഞ്ഞത് ഞാൻ മറ്റുള്ള മാത്രം മോശപ്പെടുത്താനോ അല്ല ഇതാക്കാനോ ഒന്നും പറഞ്ഞല്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞതിൽ ഒരു വലിയ തെറ്റുണ്ട്. കാരണം അത് പഴയതായതുകൊണ്ട്. ഇപ്പോഴും പഴയത് എന്ന് പറഞ്ഞാൽ ഭൂമി ഉള്ളതാണെന്ന് പറഞ്ഞതും ഇതേ പഴയ ഗ്രന്ഥങ്ങൾ തന്നെയാണ്. ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള കാര്യങ്ങൾ അതിൽ തന്നെയാണ് എല്ലാ അടിസ്ഥാന കാര്യങ്ങളും. ഇന്ന് വരെ ഒരെണ്ണം പോലും തിരുത്തപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരെണ്ണത്തിനെ പോലും ആരും വിമർശിച്ചതായിട്ട് കണ്ടിട്ടില്ല. അതിനെയാണ് നിങ്ങൾ അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യത്തില് എന്തെങ്കിലും മാറ്റേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പുതിയതായിട്ട് ഇതിൽ പറഞ്ഞിട്ടില്ല. എന്റെ പോയിന്റ് വളരെ ക്ലിയർ ആണ്. ഈ മനുസ്മൃതി ആയാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്മൃതികളായാലും ഇത്തരം സ്മൃതികൾ ഈ വേദങ്ങളിൽ നിന്ന് നിർദ്ധരിച്ചെടുക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഈ വ്യാഖ്യാനിക്കുന്ന ഇതേ രീതിയിൽ ഖുർആനികമായിട്ടുള്ള വചനങ്ങളെ
അറബിയിൽ പദാർത്ഥത്തിൽ പദത്തിന്റെ അർത്ഥം എടുത്ത് അതിന്റെ എറ്റിമോളജിയിൽ വ്യാഖ്യാനിച്ചിട്ട് ഈ പറയപ്പെടുന്ന ഇസ്ലാമിനെ കുറിച്ച് പറയപ്പെടുന്ന ഒരു മോശവും കാര്യങ്ങളും ഖുർആനിലുള്ളതല്ല, അത് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് എന്ന് വാദിക്കുന്ന വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാര് ലോകത്തെമ്പാടുണ്ട്, കേരളത്തിലുണ്ട്. ഇപ്പൊ ജാതി ഗ്രന്ഥത്തിലുള്ളതല്ല, അതൊക്കെ മനുഷ്യന്മാർ പിന്നെ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നത് പോലെ തന്നെ ഈ ജിഹാദ് എന്ന് പറയുന്നതും മതം മാറ്റം എന്ന് പറയുന്നതും ഒന്നും ഖുർആനിലില്ല എന്നും അതൊക്കെ പിന്നീട് പണ്ഡിതന്മാർ രാജാക്കന്മാര് അവരുടെ സൗകര്യത്തിന് എഴുതി ചേർത്താണ് വ്യാഖ്യാനിക്കുന്ന ആൾക്കാർ ഇസ്ലാമിലുണ്ട്. അപ്പൊ അതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷെ നമ്മൾ അതിനുള്ള അതിൽ അടിസ്ഥാനം ഒരു ഗ്രന്ഥം അത്ഭുതപ്പെടാനില്ലാന്ന് വെച്ചിട്ട് അതല്ല എന്ന് ഞാൻ തെളിയിക്കുന്നുണ്ട്. പറയണത്. ഞാൻ അല്ല പറയട്ടെ, ഇനി നിങ്ങൾ ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞു തീർത്തല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ഈ വേദങ്ങള് നമ്മുടെ ഈ എന്താ പറയാ നമ്മുടെ ഇന്ത്യയിലെ പാരമ്പര്യമായിട്ട് പറയപ്പെടുന്ന ഈ വേദങ്ങളിലും നിങ്ങളിത് പൂർണ്ണമായിട്ട്, ഞാനും ഇത് മൊത്തം അരച്ച് കലക്കി കുടിച്ചിട്ടില്ലാത്ത ഒരാളായതുകൊണ്ട് ഞാൻ നിങ്ങളോട് തർക്കിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഈ സ്മൃതികൾ അല്ല എന്റെ ഞാൻ എന്റെ എനിക്കറിയില്ല, അടിസ്ഥാനപരമായിട്ടുള്ള നിങ്ങൾ അറിവ്, അറിയില്ല എന്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് എല്ലാ സ്മൃതികളും ശ്രുതികളിൽ നിന്ന് നിർദ്ധരിച്ചെടുത്തിട്ടുള്ളതാണ്. ശ്രുതികളെ ആശ്രയിച്ച് തന്നെയാണ് സ്മൃതികൾ രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി അതും പോരാഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ 2-3 പോയിന്റ് തെറ്റാണ്. ഒന്ന്, മനുസ്മൃതി ഹിന്ദു സമൂഹം പാടെ തള്ളിക്കളഞ്ഞ ഒരു സാധനമല്ല. ഇപ്പോഴും നമ്മുടെ തൃശ്ശൂര് നിങ്ങൾ ശ്രീരാമകൃഷ്ണ മിഷന്റെ അവിടെ പോയി കഴിഞ്ഞാൽ ഏറ്റവും ആധുനികമായിട്ടുള്ള മനുസ്മൃതിയുടെ പതിപ്പ് കാണാൻ പറ്റും. അതിന്റെ ആമുഖം നിങ്ങളൊന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അത് പിന്നെ എല്ലാരും തള്ളിക്കളഞ്ഞതാണോ അല്ലേ എന്നുള്ളത്. ഒന്നാമത്തെ പോയിന്റ്. രണ്ട്, അതിനൊരു തിരുത്തുണ്ട്. അത് നിങ്ങൾ പറഞ്ഞതിൽ തിരുത്തുണ്ട്. കാരണം മനുസ്മൃതി ആരും തള്ളിക്കളഞ്ഞില്ല. അതായത് ഇപ്പൊ ഖുർആനിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞിട്ട് മുസ്ലിംസ് തള്ളിക്കളയില്ലല്ലോ. പക്ഷെ അതിൽ മാറ്റം വന്നു എന്ന് ഞാൻ അല്ല, പറയുന്നത് അത് ആ മാറ്റം അതാ ഞാൻ പറഞ്ഞത്. ഞാൻ പറയട്ടെ. അപ്പോ ഇനി പിന്നെ നിങ്ങൾ പറഞ്ഞ ഈ പറയപ്പെടുന്ന മനുസ്മൃതി ആയാലും ഇതുപോലെയുള്ള കാര്യങ്ങള് നമ്മുടെ കേരളത്തില് മനുസ്മൃതിയെ അധികരിച്ച് രാജ്യത്തെ നിയമം നടപ്പിലാക്കിയ രാജാക്കന്മാര് ഭരണം നടത്തിയിട്ടില്ലേ കേരളത്തില്? ഇല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ എന്താണ്, ഒരു മതനിയമം ഉണ്ട്. ഉണ്ട്. അപ്പൊ ഈ നമ്മുടെ നാട്ടില് മതനിയമം എന്ന പേരിൽ പറയപ്പെടുന്ന ഈ മതത്തിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ എത്ര പഴകും തോറും അതിലുള്ള ശിക്ഷകളും അതിലുള്ള കാഴ്ചപ്പാടുകളും ഒക്കെ അത്രയും പഴയതായിരിക്കും, അത്രയും മോശമായിരിക്കും. കാരണം എന്താ വെച്ചാൽ അത് ആരുടെയും കുറ്റമല്ല, ഒരു കാലഘട്ടത്തിന്റെ അറിവ് അതിൽ പ്രതിഫലിക്കും. മനസ്സിലായോ? ഒരാളുടെ ഇപ്പൊ നമ്മൾ ധാർമ്മികമായിട്ട് ആളുകൾ പുരോഗമിക്കുമ്പോ നമുക്കിപ്പോ നമ്മുടെ ചെറുപ്പത്തിൽ, എന്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് വികലാംഗൻ എന്ന് എഴുതിയ ബോർഡുകൾ. നമ്മളെ കുട്ടികൾ കാണുമോ? അത് അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക, തിരിച്ചറിവാണ്. അപ്പൊ അന്ന് വികലാംഗർ എന്ന് എഴുതിയത് തെറ്റായത് കൊണ്ടാണോ? പക്ഷെ നമുക്ക് അത്തരം പോരായ്മകള്, മനുഷ്യന്റെ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങള്, അറിവ്, മൂല്യബോധം ഇതൊക്കെ മനുഷ്യർ സങ്കല്പിച്ചെടുക്കുന്നതും വികസിപ്പിച്ചെടുക്കുന്നതായതുകൊണ്ട് എത്ര പഴയ മതനിയമങ്ങളിലേക്ക് പോകുന്നോ അത്രയും മോശമായ മനുഷ്യത്വഹീനമായ കാര്യങ്ങൾ അതിനകത്ത് കാണും. ഇതിന്റെ ചെറിയ ഏറ്റവും ഇതിപ്പോ ഒരു എതിർപ്പ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ എതിർപ്പ് എന്താ അറിയോ, നിങ്ങളെ ഹിന്ദുമതം എന്ന് പറയുമ്പോ സംഘപരിവാറിന്റെ മുകളിൽ കൂട്ടിക്കെട്ടുന്ന ഒരു സാധനമായിട്ട് ഞാൻ ഹിന്ദുമതത്തെ സംഘപരിവാറായിട്ട് കൂട്ടിക്കെട്ടുന്ന ആളല്ല. ഞാൻ ഇതിനെ രണ്ടായിട്ട് കാണുന്ന ആളാണ്. അല്ല, നിങ്ങളെപ്പോഴും അത് പറയുന്ന ഒരാളാണ്. വെരി സോറി. അങ്ങനെ ഹിന്ദുമതവും സംഘപരിവാറും ഒന്നാണെന്ന് അർത്ഥം വരുന്ന രീതിയിൽ, വിദൂരമായിട്ടൊരു അർത്ഥം വരുന്ന രീതിയിൽ പോലും ഞാൻ സംസാരിക്കില്ല. കാരണം ഹിന്ദുമതവും സംഘപരിവാറും രണ്ട് സാധനങ്ങളാണ് എന്ന് കൃത്യമായ ബോധ്യമുള്ള ആളാണ് ഞാൻ. അതല്ല, കഴിഞ്ഞ വീഡിയോയിൽ പോലെ ഇപ്പൊ നമ്മൾ ഇസ്ലാമിസ്റ്റുകളും നമ്മളിവിടുത്തെ തീവ്ര സലഫി ജിഹാദി ഇസ്ലാമിസ്റ്റുകളും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം ഹിന്ദുമതവും ഈ പറയപ്പെടുന്ന സംഘപരിവാറിന്റെ ഹിന്ദുത്വയും തമ്മിലില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ പറയുന്ന പൊളിറ്റിക്കൽ സംഘടനയാണ് സംഘപരിവാർ. അവര് കൂട്ടുപിടിക്കുന്നതാണ് ഹിന്ദുമതത്തിനെ, അല്ലാതെ ഹിന്ദുമതം. അതാ ഞാൻ അതിനുള്ള മറുപടിയാണ് ഇപ്പൊ തൊട്ട് മുമ്പത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു ധ്വനിയുള്ള ആളാണ്. പക്ഷെ ഹിന്ദുത്വത്തെ വിമർശിക്കുന്ന ഹിന്ദുത്വം തന്നെ പറയും. ഹിന്ദുത്വയും ഹിന്ദു രണ്ടാണ്. ഈ പൊളിറ്റിക്കൽ ഹിന്ദുത്വം എന്ന് പറയുന്ന സാധനം ഹിന്ദുമതവും ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ അത് പൊളിറ്റിക്കലാണ്. അല്ല, ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പൊളിറ്റിക്കൽ അല്ല. ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പീസ്ഫുൾ ആയിട്ടില്ല, അത് അതിന്റേതായിട്ടുള്ള ഒരു ചട്ടക്കൂടില്ല അതിന്. അത് അത്രയും വിശാലമാണ്. ലോകാസമസ്ത സുഖനോഭവം എന്ന് പറയുന്നത്. ലോകാസമസ്ത സുഖനോഭവത്തിന്റെ മുമ്പിലൊക്കെ ഉള്ള കുറച്ച് 2-3 വരികളും കൂടി ഇല്ലേ? ബ്രാഹ്മണന്റെ സുഖം കിട്ടിയാൽ നിങ്ങൾ ചേർത്തായിരിക്കും. അത് ഒരു മൊത്തത്തിൽ അത് വരുമ്പോ അതിലുണ്ട്, ഇല്ലാതെ അപ്പൊ പിന്നെന്താ? അല്ല, അതാ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ എന്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ. ഞാൻ ചോദിക്കണേ, ഇനിയിപ്പോ ബ്രാഹ്മണനും കൂടെ സുഖം കിട്ടിയാൽ ലോകത്തിലെ മുഴുവൻ ആളുകൾക്ക് സുഖം കിട്ടിയ പോലെ ലോകത്തിലെ ആളുകൾക്ക് മുഴുവൻ സുഖം കിട്ടണം എന്നല്ലേ പ്രാർത്ഥിക്കുന്നുള്ളൂ.
പിന്നെ ഒരു മതത്തിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ ഒരു മതമായിട്ട് ഒരു മനുഷ്യനെ കണ്ടിട്ട് വേർതിരിക്കാനോ ഒരു വേർതിരിവുകളോ അല്ല. അതിന്റെ ഒരു അടിസ്ഥാനം അതാണ്. അതല്ല ഇപ്പൊ നടപ്പിലാവുന്നത്. അത് നിങ്ങളോട് പറഞ്ഞു ഞാൻ ചോദിക്കുന്നത്. അത് ഇപ്പൊ നടപ്പിലാവുന്നതാവുന്നല്ല. ഇപ്പൊ അതൊക്കെ പല രീതിയിലും വേർതിരിവ്, രാഷ്ട്രീയ പൊളിറ്റിക്കലായിട്ട് വേർതിരിയുന്നു. പക്ഷെ നിങ്ങൾ പറഞ്ഞത്, ഞാൻ നിങ്ങൾ പറഞ്ഞ എപ്പോഴും പറയുന്ന ഒരു പോയിന്റില് വാക്ക് എനിക്ക് തന്നെയാണ്. അല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ കഴിഞ്ഞു. മനസ്സിലാക്കി, നിങ്ങൾ നിങ്ങളുടെ പറഞ്ഞൊരു വിയോജിപ്പ് വാക്ക് മനസ്സിലായി. തന്നെയാണ് എന്നെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞൊരു വാക്ക് എന്റെ തന്നെയാണ് എനിക്കിപ്പോഴും എന്റെ പോയിന്റിൽ എന്തെങ്കിലും തിരുത്തേണ്ടതുള്ളതായിട്ട് നിങ്ങൾ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോയിന്റിൽ തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. ഞാൻ ഇപ്പോഴും പറഞ്ഞത് നിങ്ങൾ തീയില്ല. ഞാൻ പറഞ്ഞത് ഹിന്ദുമതത്തിന്റെ അടിസ്ഥാനത്തിന് നിങ്ങളെപ്പോഴും ഏത് മുസ്ലിം മതത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ ആര് സംസാരിച്ചാലും അവരൊരു വേദെടുത്താലോ ഒരു ഗ്രന്ഥെടുത്താലോ നിങ്ങൾ പറയും അല്ല ഞാൻ ഖുർആനും മറ്റേ ഹദീസും വെച്ചിട്ടാണ് സംസാരിക്കാന്ന് പറയും. അങ്ങനെയാണ് നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഹിന്ദുമതത്തിന് നിങ്ങൾ ഈ മനുസ്മൃതിയോ അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ മറ്റേ മനുസ്മൃതി അങ്ങനെ തള്ളാൻ കഴിയില്ല. മനുസ്മൃതിയെ നിങ്ങൾ അങ്ങനെ തള്ളിക്കളയല്ലേ, തള്ളിക്കളയാൻ കഴിയില്ല. മനുസ്മൃതിയല്ല, ഒരു ഹിന്ദു മതത്തിലെ ഒരു വ്യക്തി പഠിക്കേണ്ട ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാല് വേദങ്ങളാണ്. 4 വേദങ്ങൾ ഉപനിഷത്തുക്കളാണ്. 4 ഉപനിഷത്തുകളുണ്ട്, 4 വേദങ്ങളുണ്ട്, അതിന്റെ ഉപവേദങ്ങളുണ്ട്. ഉപവേദങ്ങൾ പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു ആയുർവേദം എന്ന് പറഞ്ഞ ഉപവേദങ്ങളാണ്, കാമസൂത്ര അതിലും പെട്ടതാണ്. അതിലെ പല വേദങ്ങളും ഉപവേദങ്ങളുണ്ട്. അതൊക്കെ അതിന്റെ വിചാരീകരണമാണ്. പക്ഷെ 4 വേദങ്ങളിൽ പറയുന്ന കാര്യം തന്നെയാണ് ഒരു ഹിന്ദുവിന്റെ അടിസ്ഥാന സത്യം. ഇപ്പൊ മഹാഭാരതം വായിക്കുകയാണെങ്കിലും ഒരു രാമായണം വായിക്കുകയാണെങ്കിലും അതിൽ നിന്ന് 100% ഒരു ഹിന്ദുവിന് എടുക്കേണ്ട കാര്യങ്ങളില്ല. കാരണം എന്താ വെച്ചാൽ അതില് സ്മൃതിയും ശ്രുതിയും ചേർന്നതാണ്. പക്ഷെ വേദങ്ങളിൽ എന്ന് പറഞ്ഞാൽ ശ്രുതിയില്ല, സ്മൃതികളേ ഉള്ളൂ. അതുകൊണ്ട് അതാണ് വ്യത്യാസം. ഞാൻ പറഞ്ഞത് എന്താണ്, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താ വെച്ചാൽ ഒരു 15 സെക്കൻഡ്. അപ്പൊ നിങ്ങൾ പറയുന്ന രീതിയിലാണ് നിങ്ങൾ വിമർശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹിന്ദുമതത്തിനെ വിമർശിക്കുമ്പോഴും നിങ്ങൾ വേദങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് വിമർശിക്കണം. അതല്ലാതെ അതിന്റെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിന്റെ മൂലയിൽ അത് എഴുതിയിട്ടാണ് അതെടുത്ത് വിമർശിക്കുമ്പോൾ ഇതിപ്പോ എന്താ വെച്ചാല് ഇതെന്താ അറിയോ, നമ്മളിത് ഈ ഒരു കാര്യത്തില് നമ്മളിപ്പോ ഹിന്ദു മതത്തിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വിമർശന പരമ്പര തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും വേദങ്ങളും അതിന്റെ ഉപനിഷത്തുകളൊക്കെ എടുത്തിട്ട് തന്നെ വിമർശിക്കും, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ നമ്മുടെ നാട്ടില് ഞാനിപ്പോ നിൽക്കുന്നത് തൃശ്ശൂരാണ്. ഇവിടെ ശ്രീരാമകൃഷ്ണന്റെ മിഷൻ പിന്നെ ഇതിൽ പോയി കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇപ്പൊ മലയാളത്തിൽ വാങ്ങാൻ കിട്ടുന്ന സാധനമാണ് മനുസ്മൃതി. ഇപ്പോഴും വാങ്ങാൻ കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞതെന്താ വെച്ചാല് എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. മതങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്, അത് എല്ലാ മതങ്ങളും എല്ലാ മത നിയമങ്ങളും അതിന്റെ വേദങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിർദ്ധരിക്കുന്നത്. ഇപ്പോ ഇസ്ലാമിൽ ഫിഖ് ആണ് പറയാ. ഇപ്പൊ കർമ്മശാസ്ത്രം ഫത്തുൽ മൊയിനിൽ എഴുതിയതൊന്നും വിളിച്ചിട്ട് ഇസ്ലാമിനെ പിന്നെ അളക്കരുത് എന്ന് പറയുന്ന വിശ്വാസികൾ എനിക്കറിയാം. മനസ്സിലായോ? അവര് ഫത്തുൽ മൊയിനിലെ തള്ളും. ഞാൻ പറയട്ടെ. ഇപ്പൊ ഹിന്ദുവിൽ എങ്ങനെയാണ് പിന്നെ ഇതിരിക്കുന്നത്, മനുസ്മൃതി ഇരിക്കുന്നത്, അതേപോലത്തെ ഒരു ഇസ്ലാമിക ഗ്രന്ഥമാണ് ഫത്തുൽ മൊയിന്. അതിന്റെ കർമ്മശാസ്ത്രം, അതിന്റെ ധർമ്മശാസ്ത്രം, എങ്ങനെ ആരാധന, എങ്ങനെ ശിക്ഷ, എങ്ങനെ സാമൂഹ്യ നിയമം, ഇത് വിശദീകരിക്കുന്നതാണ് ഫത്തുൽ മൊയിൻ. അപ്പൊ ഫത്തുൽ മൊയിനിൽ നിന്ന് എടുക്കുമ്പോൾ അത് ഖുറാനിലുണ്ടോ എന്ന് ചോദിക്കുന്നതിന് സമാനമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ വേദത്തിൽ ചോദിക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ട കാര്യം, സ്മൃതികൾ രചിക്കുന്നത് ശ്രുതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ്. എന്ന് ഇസ്ലാമില് ഖുർആനിനെയും ഹദീസിനെയും നിർദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിൽ കർമ്മശാസ്ത്ര വിധികൾ ഉണ്ടാക്കുന്നത്. അപ്പൊ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെ വിമർശിക്കുമ്പോൾ, അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യ വിഷയങ്ങളെ വിമർശിക്കുമ്പോൾ അത് നേരിട്ട് ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു വാദമാണ് നിങ്ങൾ ഉന്നയിച്ചത്. അവിടെ ചെറിയ വ്യത്യാസമുണ്ട്. അതായത് ഇസ്ലാമിലെ മറ്റേ ഹദീസുകളെയും ഖുർആന്റെ അടിസ്ഥാനത്തിലാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കുന്നത്. അതേ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതിൽ ഉണ്ടാക്കുന്നത്. അതിലൊരു മാറ്റം വരാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധി അവർക്കുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ എപ്പോഴും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്. ഹിന്ദുമതത്തിന്റെ കർമ്മഗ്രന്ഥങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് നിങ്ങൾ പറഞ്ഞു വെക്കുന്നതാണ്, അത് നിങ്ങൾ പറയുന്നതാണ്. നിങ്ങൾ പറയുന്നത് പോലെ പറയുന്ന ആളുകൾ, ഒരു മിനിറ്റ്, അത് ഞാൻ ഇതിനൊക്കെ മറുപടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, ചിദാനന്ദപുരി സ്വാമി. അതായത് മറ്റേ ഇതിൽ പറഞ്ഞു, മറ്റേ അത് പറഞ്ഞത് നിങ്ങൾ അപ്പൊ പറഞ്ഞപ്പോൾ അവർക്കും പഠിച്ചു, നിങ്ങൾക്കും പഠിച്ചു. അത് പറഞ്ഞത് മറ്റേ ഇതിലായിരുന്നു, ഭാഗവതത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ മുഹമ്മദ് നബിയുടെ പേരുണ്ട് എന്നുള്ളത്. അത് മനുസ്മൃതിയിൽ മുഹമ്മദ് നബിയുടെ പേരുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത്. മുഹമ്മദ് നബിയുടെ പേരുണ്ടെന്ന് അവര് പറഞ്ഞത് അത് ആളുകൾ, ഇവര് ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത് അത് വേറൊരു ഇതിലാണ്. ചിദാനന്ദപുരി സ്വാമി ഒരു കറക്റ്റ് ആയിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. അല്ല, ആ മറുപടിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെന്നേ. ഞാൻ പറഞ്ഞത് പോയിന്റ് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഇത് മറ്റുള്ളവർ കേൾക്കട്ടെ. അപ്പൊ ചിദാനന്ദപുരി സ്വാമി അതിന് മറുപടി കൊടുത്തത് ഇതാണ്: ആ അത്രയും വലിയൊരു പുസ്തകത്തിൽ, ഒരു 100-300 പേജ് അടങ്ങുന്ന ഒരു പുസ്തകത്തിൽ ഒരു വാക്കിൽ മുഹമ്മദ് നബിയുടെ പേരുണ്ടെന്നും പറഞ്ഞു വരുമ്പോ
അവരിത് ചിന്തിക്കണം. അപ്പൊ ആ ബുക്കിൽ അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കി എല്ലാ ബുക്കുമായിട്ടും സി നിങ്ങൾ ഞാൻ വിശ്വസിക്കണം. പറഞ്ഞെന്താ അറിയോ, അപ്പൊ അതിൽ നിങ്ങളിപ്പോ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നത് വിശ്വസിക്കണം. എനിക്ക് ഇതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. അതായത് നിങ്ങൾ ഈ സംസാരിക്കുന്ന ഇതേ രീതിയിൽ തന്നെയാണ് ഇസ്ലാം മതത്തിനെ വിമർശിക്കുന്നത് കേൾക്കുമ്പോ ഇസ്ലാം മതത്തിനെ കാലികമായിട്ട് വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിമും എന്നോട് സംസാരിക്കുക. അതിൽ എനിക്കൊരു വ്യത്യാസമില്ല. കാരണം ഞാൻ ഇതിനെ ഞാൻ പറയട്ടെ ന്യായീകരിക്കാൻ വേണ്ടി വിളിച്ചല്ല. ഞാൻ പറയട്ടെ ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അതായത് ഇതേ രീതിയിൽ തന്നെയാണ്. അപ്പോ നമ്മളുടെ വിശ്വാസ സംഹിത അതൊരു മികച്ചതാണ് എന്ന് തോന്നുന്ന ആളുകള്, അല്ലെങ്കിൽ അതിലിപ്പോ പ്രശ്നമായിട്ട് പരിഗണിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് പിൽക്കാലത്ത് മനുഷ്യർ എഴുതിണ്ടാക്കിയതും അത് വേണമെങ്കിൽ പിന്നീട് മാറ്റാവുന്നതുമാണ് എന്ന് പറയുന്ന നിങ്ങൾ പറയുന്ന ഈ ആശയം പറയുന്ന എത്രയോ ആളുകൾ ഇസ്ലാം മതത്തിനകത്തുണ്ട്. പക്ഷെ ഈ സംഗതി ഒന്നും ഇസ്ലാം മതത്തിനകത്തും ഇതേ ആശയം പേർന്ന ആൾക്കാർ, ഇപ്പൊ ഉദാഹരണത്തിന് മുസ്തഫ മൗലവി എന്നൊരാളുണ്ട്. മികച്ചതാണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ നിങ്ങൾ പറഞ്ഞ ചില തെറ്റുകൾ മാത്രം. അല്ല ആ പറഞ്ഞതിനകത്ത് ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് 700 കോടി ജനങ്ങളിൽ മിനിമം ഹിന്ദു മതത്തിലാവണ്ടേനെ. ഏറ്റവും ചുരുങ്ങിയ ഏറ്റവും ചെറിയ മതമാണ്, 3ാമത്തെ സ്ഥാനത്ത് തന്നെയാണ് ഹിന്ദു മതമല്ലേ. അതെ, ഇതൊന്നും അല്ല എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്. ഞാൻ ആ പറഞ്ഞ പോയിന്റിൽ നിന്ന് എന്തെങ്കിലും ഒരു തിരുത്തൽ ആവശ്യമുള്ളതായിട്ടുള്ള എന്തെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്നെ ബോധ്യപ്പെടുത്തുന്നതിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇതുവരെ എനിക്ക് ബോധ്യപ്പെട്ടില്ല, അതല്ലേ പറയാൻ പറ്റുള്ളൂ നമുക്ക്. അതിപ്പോ നിങ്ങളെ ഇവരോട് പറയും, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളത് അംഗീകരിക്കില്ലെങ്കിൽ പിന്നെ അതിന് നിവർത്തില്ലാതെ നിങ്ങളെ. അല്ല, അംഗീകരിക്കാത്ത പ്രശ്നമല്ല. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. അതായത് നിങ്ങൾ പറഞ്ഞത് മനുസ്മൃതിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് നിങ്ങൾ അയാളോട് പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞത് ഹിന്ദു മതത്തിൽ ഞാൻ അങ്ങനെ ഒരു ഗ്രന്ഥത്തിന്റെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു ഗ്രന്ഥത്തിന്റെയും പേരെടുത്തല്ല പറഞ്ഞത്. ഏത് കാലഘട്ടത്തിലാണോ ഒരു മതനിയമം രൂപീകരിക്കപ്പെട്ടു വരുന്നത്, അല്ലെങ്കിൽ ഒരു മതം ഉണ്ടായി വരുന്നത്, ആ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള പരിമിതികൾ ആ ഗ്രന്ഥങ്ങളിൽ ഉണ്ടാകും, ആ മതനിയമങ്ങളിൽ ഉണ്ടാകും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം താരതമ്യേന പുതിയ മതമാണ്. അതുകൊണ്ട് ഇസ്ലാമിനെക്കാളും പഴയ മതഗ്രന്ഥങ്ങളിലും ദൈവിക നിയമങ്ങളിലും ഇതിനേക്കാളും മാരകമായ സാധനങ്ങൾ ഉണ്ട്. അത് തെളിവ് സഹിതം തരാൻ ഞാൻ തയ്യാറാണ്. ഇനി ഒരു മതം ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ, ഇനി ഒരു പുതിയ മതം ഉണ്ടായി വരികയാണെങ്കിൽ മനുഷ്യർ ഇക്കാലഘട്ടം കൊണ്ട് ആർജിച്ച അത്രയും അറിവെങ്കിലും അതിൽ സ്വാഭാവികമായിട്ടുണ്ടാവും. അതും ഒരു 100, 200, 500 കൊല്ലം കഴിഞ്ഞ് മനുഷ്യർ പരിശോധിക്കുമ്പോൾ ആ കാലഘട്ടത്തിന് യോജിക്കാത്ത പലതും അതിനകത്ത് കാണും. അത്രയും മിനിമം ലോജിക്കേ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ അതൊരു കമ്പാരിസൺ ആയിട്ട് പറയാൻ ഉദ്ദേശിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. ഹിന്ദു മതമോ ക്രിസ്തു മതമോ മറ്റേതെങ്കിലും മതമോ ഏതെങ്കിലും മികച്ചതാണെന്നുള്ള ഒരു ആശയം എനിക്കില്ല താനും. അല്ല, അത് നിങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉണ്ട്, വിമർശിക്കരുത് നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എന്റെ മുന്നിലുള്ള ബോധ്യങ്ങളെ ഒരാളെയും പേടിക്കാതെ വിമർശിക്കുന്ന ആളാണ്. അതങ്ങനെ തന്നെ തുടരും. ശരി. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ വ്യക്തിപരമായിട്ട് നിങ്ങളോട് യാതൊരു എതിർപ്പില്ല. അല്ല, ഞാൻ ഇത് വ്യക്തിപരമായിട്ട് എടുക്കുന്നില്ല. ഇത് നിങ്ങൾ നിങ്ങളുടെ ഒരു ആശയം പറയുന്നു, ഞാൻ അതിന് മറുപടി പറയുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇങ്ങനെ തന്നെയാണ് സംസാരങ്ങൾ ഉണ്ടാവുന്നത്. അത് മുസ്ലിം മതത്തിലായതുകൊണ്ട് എനിക്കത് പറയാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ശരി. എനിക്ക് അതിലാണെങ്കിലും ഇങ്ങോട്ട് വിയോജിപ്പുണ്ട്. കാരണം മറ്റൊരാളെ വിശ്വസിക്കുന്ന കാര്യത്തിന് അല്ല, നിങ്ങൾക്ക് വിയോജിക്കാനുള്ള എല്ലാ അവകാശം ഉണ്ടെന്ന് പറയാം. നിങ്ങളെ വിയോജിക്കാനുള്ള അവകാശത്തോടൊപ്പം തന്നെയാണ് നമ്മളുള്ളത്. അവർക്കുണ്ടാവുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട് അറിയാവുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടുണ്ടാവും. മതവിമർശനം കേൾക്കുമ്പോൾ വിശ്വാസികൾക്ക് വിഷമം ഉണ്ടാവുക എന്ന് പറഞ്ഞത് സ്വാഭാവികമാണ്. അതതിന്റെ ആ ഒരു കാര്യം നിങ്ങളോട് അങ്ങനെ പറയരുത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ഇതില് നിങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് അതിനൊരു ഇത് തോന്നി. ഞാൻ എന്റെ സ്വന്തം പറയാൻ ഒരു അല്ല, അങ്ങനെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട്. അതിനെ ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ. നോ ഇഷ്യൂ. അങ്ങനെയൊന്നുമില്ല. ശരി, ഓക്കെ, താങ്ക് യു.